നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പെരുമ്പാവൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടും ബാധിച്ചില്ല. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുകയും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പതിവ് പോലെ നിരത്തിലിറങ്ങുകയും ചെയ്തു. ഹർത്താൽ ദിനത്തിലും ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായ അന്തരീക്ഷമാണ് പ്രദേശത്ത് ദൃശ്യമായത്. പെരുമ്പാവൂർ നഗരത്തെയും സമീപത്തെ ഗ്രാമപഞ്ചായത്തുകളെയും ഹർത്താൽ ബാധിച്ചതേയില്ല എന്ന് തന്നെ വേണം പറയാൻ. കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിച്ചു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സാധാരണ രീതിയിൽ സർവീസ് നടത്തി. കുറുപ്പംപടി, വേങ്ങൂർ, കൂവപ്പടി, പുല്ലുവഴി പോലുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെയുള്ള ജനത്തിരക്കും അനുഭവപ്പെട്ടു. എന്നാൽ പെരുമ്പാവൂർ ടൗണിൽ മാത്രം സാധാരണഗതിയിലുള്ള ജനങ്ങളുടെ തിരക്ക് കണ്ടതില്ല. ഹർത്താൽ അനുകൂലികൾ ആരും തന്നെ പ്രതിഷേധവുമായി എത്തിയില്ല എന്ന് വ്യാപാരികളും വാഹന ഉടമകളും വ്യക്തമാക്കി. മറ്റിടങ്ങളിൽ നിരവധി അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പെരുമ്പാവൂർ തീർത്തും ശാന്തമായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച രാത്രിയിൽ ഹർത്താൽ അനുകൂലികൾ പെരുമ്പാവൂർ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം ടൗൺ ചുറ്റി മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്ത് സമാപിച്ചു. നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.